പറയണേ. ആരോട് പറയാമെന്നായോയില്ല. നബി പറയാണ്, എനിക്ക് ദ്വാർക്കാൻ വേണ്ടി ഉവൈസിൽ ഖർണിയോട് പറയണം. അപ്പൊ ഉവൈസിൽ ഖർണി റളിയല്ലാഹു അൻഹു ചെയ്ത പ്രവൃത്തി എത്രമാത്രം നല്ലതായിരിക്കും. സ്വഹാബി പോലുമല്ല. ഉമ്മ സുഖമില്ലാതെ കിടക്കുന്നത് കൊണ്ട് നബിയെ കാണാൻ വരാൻ, മദീനയിലേക്ക് വരാൻ, യമനിൽ നിന്ന് വരാൻ ഉവൈസിൽ ഖർണി റളിയല്ലാഹു അൻഹുവിന് സമയം കിട്ടിയിട്ടില്ല. ഒരിക്കൽ സമയം ചോദിച്ചു, അവസരം ചോദിച്ചു. ഉമ്മ പറഞ്ഞു, 8 ദിവസം കൊണ്ട് പോയി വരാൻ പറ്റുമെങ്കിൽ പോയി വന്നു. അങ്ങനെ എല്ലാ ഭക്ഷണവും വെള്ളവും എല്ലാം റെഡിയാക്കി വെച്ച് നബിനെ കാണാൻ വേണ്ടിയിട്ട് മദീനയിലേക്ക് നടന്നു. 4 ദിവസം കൊണ്ട് മദീനയിലെത്തി. വീട്ടിൽ വന്നുകൊണ്ട് ചോദിച്ചപ്പോ സലാം പറഞ്ഞപ്പോ ഒരു കിളിക്കൂറ്റിലാണ് സലാം അടക്കിയത്. അത് നബിയല്ല, ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ. നിങ്ങൾ ആരാണ്? ഞാൻ ഉവൈസാണ്. നിങ്ങൾ യമനക്കാരനാണോ, കർണ്ണ ഗോത്രക്കാരനാണോ? അതെ. നിങ്ങളെ കണ്ടാൽ നിങ്ങളോട് ദ്വാരക്കാൻ പറയണമെന്ന് നബി പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു പോയതാണ്. വരുമ്പോൾ കുറച്ച് സമയം കഴിയും. മഹാനായ ഉവൈസിൽ ഖർണി റളിയല്ലാഹു അൻഹു കണക്ക് കൂട്ടി, ഇന്ന് തന്നെ 4 ദിവസമായി. ഇപ്പോൾ അങ്ങോട്ട് നടന്നാൽ മാത്രമേ ഈ 4 ദിവസം കൊണ്ട് അങ്ങോട്ടെത്തുള്ളൂ. അപ്പോൾ 8 ദിവസമായി ഉമ്മ പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റുകയുള്ളൂ എന്ന് മനസ്സിലാക്കി മഹാനായ ഉവൈസിൽ ഖർണി റളിയല്ലാഹു അൻഹു നബിയെ കാണാതെ, മഹാനായ ഉവൈസിൽ ഖർണി റളിയല്ലാഹു അൻഹു നബിയെ കാണാതെ യമനിലേക്ക് തന്നെ തിരിച്ചുപോയി. പക്ഷേ ഉമ്മ മരിക്കുന്നതിന് മുമ്പ് നബി മരണപ്പെട്ടു പോയപ്പോ മഹാനായ ഉവൈസിൽ ഖർണി റളിയല്ലാഹു അൻഹു നബിന്റെ സദസ്സിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു സ്വഹാബിയായി മാറാൻ കഴിഞ്ഞു. എന്നിട്ട് പോലും ആ ഉവൈസിൽ ഖർണി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആക്കാൻ പറഞ്ഞു. കാരണം എന്താണെന്നറിയോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പവർ കൊടുക്കാനുള്ള കാരണം ഉവൈസിൽ ഖർണി റളിയല്ലാഹു അൻഹു ഉമ്മാനെ നോക്കിയത് കൊണ്ടാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലത്തെ കറകൾ ഉണ്ടാവരുത്. കുടുംബത്തിൽ എല്ലാം വളരെ ശ്രദ്ധയോടുകൂടെ നമ്മൾ നിലനിർത്തേണ്ടവരാണ്. വിശ്വാസികളെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണമുണ്ടല്ലോ, അത് ഹറാമായ ഭക്ഷണമാണെങ്കിലോ നമുക്ക് അല്ലാഹുവിന്റെ അടുക്കൽ രക്ഷയില്ല. പ്രാർത്ഥിച്ചാൽ പോലും അതിന് ഉത്തരമില്ല എന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്